ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ ചായയൊക്കെ ഒന്ന് തിളച്ച് അവർക്ക് ഞാൻ ചായ കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്കൂടെ ഒരു ചായ എടുക്കട്ടെ. അന്നേരം രാവിലെ മാഗിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഉണ്ടാക്കുമ്പം ഇതൊരു സാറ്റർഡേയിലത്തെ വീഡിയോ ആണ്. അപ്പോൾ സാറ്റർഡേയും സൺഡേയിലത്തേക്കിനൂടെ ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കും. സൺഡേ നമ്മളിപ്പോൾ രാവിലെ പ്രെയറിന് പോവുകയാണെങ്കിൽ വരുമ്പോൾ ഉച്ചയാവും. അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. സൺഡേ അങ്ങനെ ഫുഡ് ഉണ്ടാക്കും. വൈകിട്ട് പിന്നെ അത്താഴത്തിനൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കും. അപ്പം ഞാൻ വൈകിട്ടത്തേക്ക് വന്നിട്ടൊക്കെ ഉണ്ടാക്കുക ശരിയാവാത്തതുകൊണ്ട് മിക്ക ദിവസം ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് ഇത്തിരി ചിക്കൻ കൂടുതൽ ഉണ്ടാക്കിയിട്ട് സാറ്റർഡേ വൈകിട്ടത്തേക്കിനും ഉച്ചയ്ക്ക് എന്തെങ്കിലും ആയിരിക്കുമല്ലോ ചപ്പാത്തിക്ക്. അപ്പം പിന്നെ രാത്രിയിലത്തെ ഫുഡിന് മതിയല്ല ചിക്കൻ. അപ്പം രാത്രിത്തേക്കിനും പിറ്റേന്നത്തേക്കിനും ചിലപ്പോൾ ഉച്ചക്കത്തേക്കിന് ഞങ്ങൾ 2 നേരവും നമുക്ക് വേണം. നേരത്തെ നമുക്കവിടെ നാസ്ത ഉണ്ടായിരുന്നു, വൈകിട്ടത്തേക്കിന് മതിയായിരുന്നു രാത്രിത്തേക്കിന്. ഇപ്പോൾ അതുകൊണ്ട് 2 നേരം വേണ്ടിയുണ്ട്. അവിടെ ഒരു ഒരിടത്ത് വട സാമ്പാർ കിട്ടും, പിന്നെ ചട്നിയൊക്കെ. അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉച്ചയ്ക്ക് അത് കഴിക്കും. അപ്പോൾ ഇതൊരു 2 കിലോ ചിക്കൻ. 2 കിലോ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന ഫുൾ കോഴിയായിട്ടല്ല, ബോൺലെസ്സും വാങ്ങിക്കും. ഒരു 1/2 കിലോ ബോൺലെസ്സും 1.5 കിലോ അല്ലാത്തതും വാങ്ങിക്കും. അപ്പോൾ ഞാനൊരു 7 സവാള എടുത്തു, ഒരു 20-25 വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില, അതെല്ലാം കൂടെ ഇട്ട് ആദ്യം ഇച്ചിരി ഉപ്പിട്ടൊന്ന് സവാളയെല്ലാം ഒന്ന് വഴട്ടിയേ. അതൊന്ന് വഴന്ന് വന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്കൊരു 2 ടൊമാറ്റോയുടെ ചേർത്ത് ഇത്തിരി ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കുക, അതൊന്ന് വാടി വരാനായിട്ട്. അന്നേരം ഞാൻ ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇച്ചിരി 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് ആദ്യം ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുത്തേ. അപ്പം ഞാൻ ഉച്ചക്കത്തേക്കിന് മുട്ടക്കറി ഉണ്ടാക്കാനാണ് ചിന്തിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ ഇപ്പോൾ ചിക്കന് വേണ്ടിയുള്ള കുരുമുളക് പൊടി ഇച്ചിരി കുറച്ചാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. കാരണം ഞാൻ ഇതിൽ നിന്ന് തന്നെ കുറച്ച് മസാല എടുക്കുന്നുണ്ട് മുട്ടക്കറിക്ക്. ഇതേ ഗ്രേവിയല്ലേ നമ്മൾ മുട്ടക്കറിക്ക് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇച്ചിരി ഇങ്ങോട്ട് നമ്മളൊന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ മിക്സ് മുളക് പൊടി. ഈ മിക്സ് മുളക് പൊടി ഇച്ചിരി എരിവുള്ളതാണ്, അതുകൊണ്ട് അത് 1 ടേബിൾ സ്പൂൺ ചേർത്തു. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ഇപ്പോൾ ഇത്രയും ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ചിക്കൻ ഇച്ചിരിയും കൂടെ ഞാൻ ചേർക്കും. അത് പിന്നെ ഈ മസാല എടുത്തതിന് ശേഷം, മുട്ടക്കറിക്കുള്ള മസാല എടുത്തതിന് ശേഷം ചിക്കൻ ആവശ്യമായ കുരുമുളക് പൊടി ചേർക്കും. അപ്പോൾ ഞാൻ കുറച്ച് മസാല എടുത്ത് മാറ്റി മുട്ടക്കറിക്ക് വേണ്ടി. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇച്ചിരി ആ മസാലകളിൽ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് ആ മസാല ഒന്ന് ലൂസാവാൻ. ഈ ചിക്കൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം പുരട്ടി ഒന്ന് ഒരു 1/2-3/4 മണിക്കൂർ വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഈ ചിക്കൻ ഈ മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഈ ചിക്കൻ്റെ അകത്ത് ഉരുളൻകിഴങ്ങ് ഇടുന്നത് ഇവിടെ ഇവർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇടണമെന്നും പറഞ്ഞൊക്കെ ഇരുന്നതാ, പിന്നെ അങ്ങ് മറന്നുപോയി. എല്ലാം കുറച്ചൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉരുളൻകിഴങ്ങിൻ്റെ കാര്യം ഓർത്തത്. പിന്നെ ഇടാൻ പോയില്ല, വേവിൽ വ്യത്യാസം വരുമെന്നും പറഞ്ഞു. ഞാൻ ആദ്യം ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ കിടന്ന് തിളക്കട്ടെ. ഇച്ചിരി ഉപ്പൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുട്ടക്കറിക്ക് ഇത്രയും മസാല എടുത്തു. എന്നിട്ട് ഞാൻ പാനിൻ്റെ അകത്ത് ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ഇത് ഒന്നുകൂടെ ഇതൊന്ന് വഴട്ടുന്നുണ്ട് മുട്ടക്കറിക്ക് വേണ്ടി. ഞങ്ങൾ 4th ഫ്ലോറിലാണ് താമസിക്കുന്നത്. പക്ഷേ താഴെ പിള്ളേർ കളിക്കുന്നതും വണ്ടി പോകുന്നതിൻ്റെയൊക്കെ
സൗണ്ട് എന്ത് ഇതായിട്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് അല്ലാതെ ഞാൻ നോർമലി കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലാവത്തില്ല പിള്ളേരുടെ സൗണ്ടൊന്നും. പക്ഷേ ഞാൻ ഈ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്താണ് ഇത്രയും സൗണ്ട് ഈ മൊബൈലിൻ്റെ അകത്തെ ക്യാമറയിൽ ആ സൗണ്ട് കിട്ടുന്നുണ്ട് നമുക്ക്. ചിലപ്പോൾ ചിന്തിക്കും ഇവിടെ പിള്ളേർ കിടന്ന് ബഹളം വയ്ക്കുവാന്ന്, അതുപോലാണ് പിള്ളേരുടെ സൗണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തേ. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് ഇച്ചിരി ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 5 പേർക്കും മുട്ട പുഴുങ്ങി. അപ്പം എനിക്കുള്ള മുട്ട ഞാൻ കറിക്കകത്തിടുന്നില്ല, അല്ലാതെ ഞാനങ്ങ് കഴിക്കുക. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വറ്റി വന്നായിരുന്നു. ഞാൻ ഇപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇത്രയും ചാറിലാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൽ കടുകൂടെ വറുത്തി ചേർക്കണം. ഇതിൽ തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ വഴറ്റി ചേർക്കാം. ഞാൻ തേങ്ങാക്കൊത്തൊന്നും ചേർത്തില്ല. ഞാൻ ഓയിലൊഴിച്ച് ഞാൻ ഇച്ചിരി കടുക് 2 ടീസ്പൂണോളം കടുക് ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മ ചെയ്യുന്ന രീതിയായി ചെയ്യുന്നത്. ഇച്ചിരി അമ്മ നോൺ വെജിന് ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും കടുക് വറക്കും. അപ്പോൾ ഇച്ചിരി കടുക് കൂടുതൽ ചേർക്കും. അപ്പോൾ ചിലർ പറയും ഞാൻ ഒത്തിരി കടുക് ചേർക്കുന്നു. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. ഞാൻ എൻ്റെ രീതിയാണ് ഞാൻ ഈ കാണിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയ കടുകുണ്ടല്ലേ, കുഞ്ഞു മണി പോലുള്ള ഇത്തിരി 2 ടൈപ്പ് കടുകുണ്ടല്ലോ. ഒത്തിരിയും നമ്മൾ വന്നു കഴിഞ്ഞാൽ അറിഞ്ഞാൽ അങ്ങനെയുള്ള കടുകാണ് വന്നതെന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഒരു 2 നല്ല ഫ്രഷ് കറിവേപ്പില ആയതുകൊണ്ട് നല്ല 2 തണ്ട് ഇട്ടിട്ടുണ്ട്. നല്ല മണം ഉണ്ടായിരുന്നു. അപ്പം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർക്കാം. എൻ്റെ കൊച്ചുള്ളിയും ഇല്ലായിരുന്നു. സവാളയാണ് ഞാൻ ചേർത്തത്. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഈ സമയം ചേർക്കാം. എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ ഇവ ഞാൻ കടുകൂടൊന്ന് വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനുണ്ടല്ലേ ഈ ഡാഡിക്ക് പല്ല് വേദനയാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് എല്ലില്ലാത്ത ബോൺലെസ് നോക്കിയെടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞിടെ ഡാഡി രാത്രി അത്താഴം കഴിച്ചാൽ അന്ന് നേരത്തെ വന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡാഡി കഴിച്ചുകൊണ്ട് തന്നെ എന്തോ ഇങ്ങനെ സംതിങ് എന്തോ സംസാരത്തിൻ്റെ ഇടയിൽ ഡാഡിക്ക് ഇഷ്ടം എന്തുമായിരുന്നു, എല്ലുള്ളയായിരുന്നു. ഞാനെന്താ ഡാഡിക്ക് കഴിക്കാൻ പ്രയാസമാണെന്നും പറഞ്ഞ് പിന്നെ എല്ലില്ലാത്തത് നോക്കി കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ അതിൽ പിന്നെ എല്ലുള്ളതാണ് കൊടുക്കുന്നത്. എനിക്കും എല്ലുള്ളതാണ് ഇഷ്ടം, ബോൺലെസ്സിനേക്കാൾ ഇഷ്ടം എല്ലുള്ളതാണ്. എനിക്കതുപോലെ ബീഫ് ആണെങ്കിലും ഇവിടെ ഇവർക്ക് ബീഫിൻ്റെ അകത്ത് എല്ലുള്ള ബീഫ് ഇഷ്ടമല്ല. എനിക്കാണേ ഇത്തിരി എല്ലുള്ള ബീഫാണ് ഇഷ്ടം. അപ്പോൾ റീച്ചാൻ പറയും നിനക്കത് ഇഷ്ടമാണെങ്കിൽ നീ അത് വാങ്ങിച്ച് ഉണ്ടാക്കി കഴിക്കും. ഇങ്ങനെ ഇപ്പോൾ എനിക്കൊരു ട്രിപ്പ് ഇതുണ്ടാക്കണം, ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കണം, അതൊക്കെ ഞാൻ ഉണ്ടാക്കുവാണേലും പിന്നെ ഇവരൊന്നും കഴിച്ചില്ലെങ്കിൽ അതൊരു ഇതല്ലേ. അതുകൊണ്ട് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ആ എല്ലോട് കൂടി ഉള്ളതിനാണ് ഒരു ടേസ്റ്റും. അത് ഇവർക്ക് മനസ്സിലാവത്തില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇത്തിരി തൈരൊക്കെ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു. മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത്. പിന്നെ അതിലിപ്പം കടുക് കൂടെ വറുത്തിട്ടുണ്ട്. അപ്പം മോരുകറിയായി. പണ്ടൊക്കെ നമ്മൾ മിക്സിയിലൊന്നും അല്ല അടിക്കുന്നത്, ഇങ്ങനെ മത്തും കൊണ്ട് ഇങ്ങനെ കടഞ്ഞ് ഇങ്ങനെ കൈ കൊണ്ടാക്കിയായിരുന്നു എടുക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് നെയ്യ് വരുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അമ്മ ഇങ്ങനെ നെയ്യ്, അതും നമ്മുടെ പ്ലാവലയും കൊണ്ടാണ് നെയ്യ് എടുക്കുന്നത്. അപ്പം ചിക്കനും റെഡിയായി, മോരുകറിയും റെഡിയായി. പിന്നെ തോരൻ വെക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റൂടാണ്. അപ്പം ഞാനത് കൈ കൊണ്ടാണ് ഇത് ഞാൻ ഇന്നലെ അരിഞ്ഞ് വെച്ചതാണ്. രാത്രി സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ അരിഞ്ഞ് വെച്ച്. അതുകൊണ്ട് ഇന്ന് എളുപ്പമായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ തലേന്നേ നമ്മളൊന്ന് തീരുമാനിക്കുമല്ലേ നാളെ എന്തൊക്കെ കറിയാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുവാണ്. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആഴ്ച പച്ചക്കറിയൊന്നും അങ്ങനെ വാങ്ങിച്ചില്ല. ഉള്ളത് കൊണ്ടൊക്കെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു, ചെറുപയറും അല്ലാത്ത ഇതൊക്കെ ആയിട്ട്. കാരണം പെരുമഴയായിരുന്നു, പോകാൻ പറ്റിയില്ല. അവിടെ പെരുമഴയത്ത് നമ്മളങ്ങോട്ട് പോകുകയാണെങ്കിൽ അവിടെ മൊത്തം അങ്ങ് തെളിയുമാണ്, ഭയങ്കര ആളുമാണ്. അത് ഞാൻ പോകാറില്ല, റീച്ചാനാണ് പോകുന്നത്. പിന്നെ നമുക്ക് എമർജൻസിക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റി താഴെ ഒരു ആളുണ്ടല്ലേ, പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അങ്ങനെ ആവശ്യത്തിനുള്ള അന്നുള്ളതിന് എന്തോന്ന് വെച്ചാൽ അങ്ങനെ പോയി വാങ്ങിക്കും.
അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പെട്ടെന്ന് ചിക്കൻ അച്ചാറിന് ഓർഡർ എൻ്റെ നോക്കിയുണ്ടെങ്കിൽ ഇഞ്ചിയില്ല. ഞാനില്ലേ ഇഞ്ചിക്ക് ഇപ്പം വില ആയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് കൂടുതലും ഇഞ്ചി അന്ന് വില കുറവുള്ള സമയത്ത് ഞാൻ പേസ്റ്റാക്കി വെച്ച് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ അച്ചാറൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഫ്രഷ് ഇഞ്ചി ചേർക്കണമല്ലേ. അപ്പോൾ ഇഞ്ചി എന്ന് ചോദിച്ചുകൊണ്ടെങ്കിൽ പുള്ളിയുടെ 5 10 20 രൂപ വില കൂടുതലാണ്. പക്ഷേ കിട്ടിയ ഇഞ്ചി നല്ല വിളഞ്ഞ ഇഞ്ചിയായിരുന്നു. സാധനങ്ങൾക്കൊന്നും വില കുറയുന്നില്ല, കൂടി തന്നെ പോവുകയാണ്. തേങ്ങ 40 രൂപയുടെ തേങ്ങ ഇപ്പം 45ആയി. കൊണ്ടുവന്നതും നല്ല ഈ കഴന്ന തേങ്ങ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് എടുത്തുടനെ അത് മൊത്തത്തിലങ്ങ് കഴന്ന് അങ്ങനെയുള്ള തേങ്ങ കിട്ടിയതും. അത് പിന്നെ ഈ തേങ്ങക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ അകത്ത് അങ്ങനെയുള്ളതിൻ്റെ അകത്തൊക്കെ ഇടാൻ പറ്റിയ തേങ്ങയായിരുന്നു. ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് ഈ ബിഗ് ബാസ്ക്കറ്റ് നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ എത്ര രൂപയുടെ സാധനം വാങ്ങിക്കുമ്പം പച്ചക്കറി എന്നാലും ചിലതൊക്കെ ഞാൻ പറഞ്ഞില്ലേ 2-3 രൂപയ്ക്ക് കിട്ടുമെന്ന്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് കുഞ്ഞ് 3 കാൽ കിലോ വെച്ച് ബീട്രൂട്ട് 3 രൂപയ്ക്കോ 5 രൂപയ്ക്കോ അങ്ങനെ കിട്ടി. അതാ ഈ ബീട്രൂട്ട് തോരൻ വെച്ചത്. അന്നേരം ഞാൻ ഇതിൻ്റെ അകത്ത് ബീട്രൂട്ട് തോരൻ വെക്കുമ്പോൾ ഞാൻ കുരുമുളക് പൊടിയും ചിലപ്പോഴെങ്ങാനും ഇച്ചിരി ഗരം മസാല ചേർക്കും. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടി ചേർക്കാൻ അത് കണ്ടപ്പോഴോർത്ത് ഞാൻ ചിക്കൻ്റെ അകത്തെ ഞാൻ 1 ടേബിൾ സ്പൂൺ അല്ല ആദ്യം കുരുമുളക് പൊടി ചേർത്തുള്ളൂ മുട്ടക്കറിക്ക് മസാല എടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്തായിരുന്നേ ചിക്കൻ്റെ അകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒതുക്കി അവിടെ വെക്കട്ടെ. അന്നേരം ഞാൻ ആ മിക്സിയുടെ ഞാൻ പറഞ്ഞില്ല തേങ്ങ കഴന്നതായിരുന്നെന്ന്, അത് ഞാൻ ഇങ്ങനെ ഇത് ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയ വെള്ളമാണ് ഞാൻ ഈ ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിക്ക് ഈ വെള്ളം എന്തുവാ വെളുത്ത വെള്ളം എന്തോ ഒഴിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് അത്രയും തേങ്ങ ഉണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് കഴുകി ഒഴിച്ചതാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇറച്ചാനാണെങ്കിൽ ഇച്ചിരി ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാനത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് കാണാൻ നല്ല കളറുണ്ട്, പക്ഷേ എനിക്കറിയാം ചില ആപ്പിളുകളൊക്കെ ചിലതൊക്കെ കണ്ടാൽ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഇത് ഇച്ചിരി മധുരമുണ്ട്, പക്ഷേ വിളഞ്ഞ് പഴുത്തയല്ല അങ്ങനെയുള്ളത്. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇവിടെ ആർക്കും വേണ്ട, കട്ട് ചെയ്തിട്ട് എല്ലാവരും ഇങ്ങനെ മുറിച്ചിട്ടിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞു എന്നാൽ ഇത് നമുക്ക് അച്ചാറുണ്ടാക്കാമെന്ന്. ഞാൻ അങ്ങനെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ചുമന്ന കളറല്ല, ഇച്ചിരി ഒരു പച്ച കളറുള്ള ആപ്പിളും കൊണ്ട് അച്ചാർ നല്ല ടേസ്റ്റാണ്, ഒരു പുളിയും മധുരവും കൂടെ. അപ്പോൾ ഇന്ന്